നിരാശയോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരെ ഇന്ന് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കാണുകയാണ്. ആശയറ്റ ജീവിതങ്ങൾ. സർക്കാരിന്റെ അനുനയ നീക്കങ്ങൾ പാളിയതോടെ സമരം കടുപ്പിക്കുകയാണ് ആശാവർക്കർമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ മഹാസംഗമം നടക്കുന്നു. ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. സമരപ്പന്തലിൽ നിന്ന് സുനിഷ അയലൂർ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സുനിഷ അയലൂർ. സമരം കടുപ്പിക്കാതെ മറ്റൊരു മാർഗവുമില്ല. ചർച്ചകളൊക്കെ പ്രഹസനമായി മാറുകയാണോ? ആശാവർക്കർമാരുടെ സമരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, ഒരാഴ്ചയിലധികം കാലമായി അവിടെ തുടരുകയാണ്. ആശമാരുടെ മഹാസംഗമമാണ് ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്നത്. ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകാതെ സമരം അവസാനിപ്പിക്കില്ല എന്നാണ് അവർ പറയുന്നത്. സുനിഷ അയലൂർ കേൾക്കാമെന്ന് കരുതുന്നു. ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് സുജയ. സുജയ പറഞ്ഞതുപോലെ 11 ദിവസമായി, കഴിഞ്ഞ 11 ദിവസമായി ഇതാ ആശാവർക്കർമാർ ഇങ്ങനെ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇതേ രീതിയിലുള്ള സമരം നടക്കുകയാണ്. പ്രധാനമായും ഈ പറയുന്നത് പോലെ ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഓണറേറിയത്തിൻ്റെ മാനദണ്ഡങ്ങൾ പിൻവലിക്കുക, കുടിശ്ശിക തീർക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ, വേതന കുടിശ്ശിക മുഴുവനായും നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ സമരത്തിലേക്ക് കടന്നിരുന്നത്. ആദ്യഘട്ടത്തിൽ ധനമന്ത്രിയുടെയും ആരോഗ്യമന്ത്രിയുടെയും ഒക്കെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതിന് പിന്നാലെ പിന്നീട് സർക്കാർ ഒരു അനുനയ നീക്കത്തിലേക്ക് കടക്കുന്ന കാഴ്ചയായിരുന്നു കണ്ടത്. 2 മാസത്തെ കുടിശ്ശിക അനുവദിക്കുന്നു. അതിന് പിന്നാലെ തന്നെ ഈ ഓണറേറിയത്തിൻ്റെ ഈ ആനുകൂല്യങ്ങളിൽ, അതായത് മാനദണ്ഡങ്ങളിൽ ചില മാറ്റങ്ങൾ പിൻവലിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നു. പക്ഷേ ഇവരുടെ പ്രധാന ആവശ്യം അത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് സമരം കടുപ്പിക്കാനായി ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ചേച്ചി, സമരം കടുപ്പിക്കുക എന്നത് തന്നെയാണോ തീരുമാനം? അതെ, സമരം കടുപ്പിക്കുക എന്നത് തന്നെയാണ്. ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതുവരെ ഞങ്ങൾ സമരത്തിൽ തന്നെയാണ്. പിന്നോട്ട് പോകാൻ ഞങ്ങൾ ഒരടി പോലും പിന്നോട്ടില്ല. ഞങ്ങൾ സമരത്തിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറണമല്ലോ. ഞങ്ങൾ ഇത് അക്കൗണ്ടിൽ പൈസ വന്നെന്ന് പറഞ്ഞാൽ ആരുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഞങ്ങളുടെ സമരം വന്നു. കുറച്ച് പേർക്ക് 7000 രൂപ വന്നിട്ടുണ്ട്. 2 മാസത്തെ ഓണററി ഇട്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു മാസം 13,200 ഉണ്ടെന്നാണ് എല്ലാ വാർത്താ ചാനലുകളിലൊക്കെ കൊടുത്തത്. പക്ഷേ ഞങ്ങൾക്ക് വന്നത് ഇപ്പോഴും 7000 രൂപയാണ്. ബാക്കി അങ്ങനെ ഒരു 13,200 രൂപ ഉണ്ടെങ്കിൽ മുൻകാല പ്രാബല്യത്തോടെ അതെല്ലാം കൂടെ ഇനി തരണം സർക്കാർ. നേരത്തെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ ഇനി തരുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞങ്ങൾ സമരം മുമ്പോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചു. നമ്മൾ ഇത്രയും പ്രക്ഷോഭം കണ്ടിട്ട് പോലും നമ്മളൊരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും തയ്യാറല്ലാത്ത ആരോഗ്യമന്ത്രിയെ, പിന്നെ നമ്മളെ ഒരു സ്ത്രീ അല്ലേ അവർ, നമ്മളെപ്പോലെ തന്നെ ഒരു സ്ത്രീയാണ്. അവർ PSC ചെയർമാനും അവരുടെ ആൾക്കാർക്കൊക്കെ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് 1 ലക്ഷം രൂപയൊക്കെ അല്ലേ ഒറ്റയടിക്ക് കൂട്ടിക്കൊടുത്തത്. ഞങ്ങളതൊന്നും ചോദിക്കണില്ലല്ലേ. ഞങ്ങൾക്കൊരു 3000 രൂപ തന്നിരുന്നെങ്കിലും ഞങ്ങളങ്ങ് പോകുമായിരുന്നു. 10,000 രൂപ വില ആക്കിയെങ്കിലും ഞങ്ങളങ്ങ് പോകുമായിരുന്നല്ലോ. അപ്പോൾ അതുപോലും ഇല്ല. ഈ കോടിക്കണക്കിന് രൂപ ചിലവാക്കി മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അറിയാമല്ലോ. അപ്പം ഞങ്ങൾ പിന്നെ എങ്ങനെയാണ് ജീവിക്കണം? ഞങ്ങൾ പാവപ്പെട്ട ഏറ്റവും താഴേക്കടയിൽ ജീവിക്കുന്നത്. വിരമിക്കൽ ആനുകൂല്യം വയ്യാത്ത ആശമാർ ഇന്ന് വേണോ നാളെ പോകണോ, ഞങ്ങൾ തന്നെ എന്ന് ഇറങ്ങി പോകണോ എന്നുള്ള രീതിയിലേക്കാണ്. ഞങ്ങൾ ഈ 18 വർഷം ഇതിനു വേണ്ട പിറകെ നടന്നിട്ട് ഞങ്ങൾക്ക് എന്ത് നേടാൻ പറ്റും? ഞങ്ങളെ മക്കൾക്ക് വേണ്ടിയിട്ട് 7000 രൂപയിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങളെ മക്കളെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നമുക്ക് നിറവേറ്റാൻ പറ്റുന്നില്ല. ഞങ്ങളെ ഭർത്താവ് ചോദിക്കും, നീ ജോലിക്ക് പോവുകയല്ലേ, എന്തെങ്കിലും കാര്യം വരുമ്പോഴത്തേക്ക് പൈസ ചോദിക്കുമ്പോഴത്തേക്ക് പൈസ ഇല്ല. ജോലിക്ക് നീ നേരെ വിളിക്കുമ്പോൾ എവിടെ നിന്ന് പോകുന്നു, രാത്രി വരുന്നു, പിന്നെ നിനക്ക് ശമ്പളം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ജോലിക്ക് പോകുന്നതെന്ന്. പക്ഷെ നമ്മളത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ജോലിയാണ്, ശമ്പളത്തിന് ചെയ്യണതല്ല. ആദ്യം നമ്മൾ ഒരു സേവനം പോലെ ചെയ്തു വന്നതായിരുന്നു. പക്ഷെ ഇപ്പം അത്രയും പണി കൂടുമ്പം അതിൻ്റെ വരുമാനം ഞങ്ങൾക്കില്ല. അതാണ് ഞങ്ങൾ ഈ സമരത്തിലോട്ട് പ്രധാനമായിട്ടും വരാൻ കാരണം. സുജയ, ഇത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇവർ പറയുന്നത് ഇങ്ങനെ 11 ദിവസവും സമരം ചെയ്യുമ്പോഴും ഒരുപക്ഷെ കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് അതിലേക്കൊരു അനുനയ നീക്കത്തിലേക്കെങ്കിലും സർക്കാർ കടന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കലെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ച് കൃത്യമായി ഒരു വിവരം നൽകാനുള്ളൊരു, തീർച്ചയായും മറ്റുള്ളവർക്ക് മുൻകാല പ്രാബല്യത്തോടെ 3 വർഷത്തെ മുൻകാല പ്രാബല്യത്തോടെ ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകർക്ക് ശമ്പള വർധന നടപ്പാക്കാൻ അറിയാവുന്ന സർക്കാർ സംവിധാനത്തിന് ഞങ്ങൾക്ക് 3 ലക്ഷമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു 3000 രൂപയെങ്കിലും കൂട്ടിത്തരണേ എന്നാണ് ആശമാർ കൈകൂപ്പി അപേക്ഷിക്കുന്നത്. അവരുടെ മഹാസംഗമം സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. അക്കാര്യത്തിൽ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു.